ആഗോള ഊർജ്ജ വിപണിയുടെ സിരകളിലൂടെ ഒഴുകുന്ന ഇന്ധനത്തിന്റെ മൂന്നിലൊന്നും കടന്നുപോകുന്ന ഹോർമുസ് കടലെടുക്ക് വീണ്ടും ലോകശക്തികളുടെ ബലപരീക്ഷണ വേദിയായി മാറിയിരിക്കുകയാണ്. ഒരു വശത്ത് അമേരിക്കയുടെ പടുകൂറ്റൻ യുദ്ധക്കപ്പലുകളും മറുവശത്ത് ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പരമാധികാര പോരാട്ടവും. ലോക ഭൂപടത്തിൽ പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ജലപാതയാണ് ഹോർമുസ് കടലെടുക്ക്. കേവലം 21 മൈൽ മാത്രം വീതിയുള്ള ഈ കടലെടുക്ക് അടയ്ക്കപ്പെട്ടാൽ ലോക സമ്പദ് വ്യവസ്ഥ തകർന്നടിയുമെന്ന് ഏവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇവിടെ ഏർപ്പെടുത്തുന്ന പുതിയ ഗതാഗത നിയന്ത്രണങ്ങൾ ഒരു ആഗോള ചർച്ചാ വിഷയമായി മാറുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനാണ് ഇറാൻ ഇതിലൂടെ ശ്രമിക്കുന്നത്. ഇറാന്റെ പുതിയ നിയമപ്രകാരം ഈ പാതയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ കപ്പലും കപ്പൽ വിവര പ്രഖ്യാപനം എന്ന രേഖ സമർപ്പിക്കണം. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 40-ലധികം ചോദ്യങ്ങൾ നാവിക ലോകത്തെ അമ്പരപ്പിക്കുകയാണ്. കപ്പലിന്റെ ഉടമസ്ഥാവകാശം, ലക്ഷ്യസ്ഥാനം എന്നിവയ്ക്ക് പുറമെ ജീവനക്കാരുടെ ദേശീയത, ചരക്കിന്റെ കൃത്യമായ സ്വഭാവം, മുൻപ് സന്ദർശിച്ച തുറമുഖങ്ങൾ തുടങ്ങിയ അതീവ രഹസ്യാത്മകമായ വിവരങ്ങൾ ഇറാൻ ആവശ്യപ്പെടുന്നു. ഈ നിയമം ലംഘിക്കുന്ന കപ്പലുകൾ പിടിച്ചെടുക്കുമെന്ന മുന്നറിയിപ്പ് അന്താരാഷ്ട്ര വ്യാപാരത്തെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പ്രൊജക്ട് ഫ്രീഡം ഇറാന്റെ നീക്കങ്ങൾക്ക് തടയിടാനാണ് ലക്ഷ്യമിടുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സ്വതന്ത്ര ഗതാഗതം ഉറപ്പാക്കാൻ എന്ന പേരിൽ അമേരിക്കൻ ഡിസ്ട്രോയറുകളായ USS ട്രുസ്റ്റൂൺ, USS മസോൺ എന്നീ മേഖലകൾ വിന്യസിക്കപ്പെടുന്നു. എന്നാൽ അമേരിക്കയുടെ സൈനിക നീക്കം വെറുമൊരു സംരക്ഷണമല്ലെന്നും ഇറാന്റെ സമുദ്രതിർത്തി ലംഘിക്കാനുള്ള ഗൂഢാലോചനയാണെന്നുമാണ് ടെഹ്റാൻ ആരോപിക്കുന്നത്.